ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ അടുത്തേക്ക് പോയിട്ട് ആരതിയും ലക്ഷ്മിയും കൂടി പറയുകയാണ് സിദ്ധാർത്ഥ് ആ ഒരു തീക്കുഴിയിൽ വീണിരിക്കുകയാണെന്ന്. ആ കനലൊക്കെ സിദ്ധാർത്ഥിൻ്റെ ദേഹത്തായിന്ന് കേട്ടതും ചന്ദ്രിക ആകെ ടെൻഷനാവുകയാണ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ ആരതി ചന്ദ്രികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മുഴുവൻ കേട്ടതിന് ശേഷം ചന്ദ്രികയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവൾ പൊട്ടി പൊട്ടി കരയാണ്. എന്നിട്ട് ദൈവത്തോടായിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദൈവമേ, എനിക്ക് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാൻ പോയിട്ട് സിദ്ധു സാറിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എന്തിനാ ഇത്ര വലിയൊരു ശിക്ഷ? അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ ഇപ്പം കൂടെ പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ചന്ദ്രിക ഇങ്ങനെ എണ്ണി എണ്ണി ഓരോ സങ്കടങ്ങൾ പറയുകയാണ്. ചന്ദ്രികയുടെ വിഷമം കണ്ടപ്പോൾ അവരെല്ലാവരും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അമ്മയോട് ചോദിക്കുകയാണ്, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് അമ്മ ഉള്ളത്? റൂമിൽ വാഴയില വിരിച്ച് അവിടെ കിടത്തിയിരിക്കുകയാണ്. അമ്മ, ഞാൻ അദ്ദേഹത്തെ കാണട്ടെ അമ്മ. കരഞ്ഞുകൊണ്ട് ചന്ദ്രിക ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല ചന്ദ്രിക, നീ വാ, നമുക്ക് പോയി സിദ്ധുവിനെ കാണാം. ചന്ദ്രിക വേഗം തന്നെ ആരതിക്കൊപ്പം പോവാൻ ശ്രമിച്ചതാണ്. പക്ഷേ ലക്ഷ്മി തടയുന്നുണ്ടായിരുന്നു. വേണ്ട വേണ്ട ചന്ദ്രിക, നീ ഇങ്ങനെ ഉള്ള ഈ ഒരു സമയത്ത് ഇപ്പോൾ വന്ന് സിദ്ധുവിനെ കാണണ്ട. അതായത് ചന്ദ്രികയ്ക്ക് പീരിയഡ്സ് ആയിരിക്കുകയാണല്ലോ. സിദ്ധാർത്ഥാണെങ്കിൽ വിശുദ്ധിയോടുകൂടി ഒരു പരിഹാരം ചെയ്യാൻ ശ്രമിക്കുന്നതിലാണുള്ളത്. ആ സമയത്ത് സിദ്ധുവിനെ കാണണ്ട എന്നാണ് ലക്ഷ്മി പറയുന്നത്. അത് കേട്ടതും ചന്ദ്രിക ആകെ സങ്കടത്തിലാവുകയാണ്. കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അവന് ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അവനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്. ചന്ദ്രികയ്ക്കാണെങ്കിൽ സിദ്ധാർത്ഥിനെ കാണാൻ പറ്റാത്തത് കാരണം അവൾ പൊട്ടി പൊട്ടി കരയാണ്. ആ ഒരു സാഹചര്യത്തിൽ കാണാൻ പോലും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലക്ഷ്മിയും ആരതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ചന്ദ്രികയ്ക്ക് അവളുടെ കണ്ണീര് അടക്കി നിർത്താൻ സാധിക്കുന്നില്ല. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, ഇതിനും മാത്രം വലിയ തെറ്റ് എന്താ ഞാൻ ചെയ്തത്? എന്തിനാ എനിക്ക് വേണ്ടി സിദ്ധു സാറിന് ഇത്ര വലിയ തെറ്റ് ശിക്ഷ കൊടുത്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് കൈകൾ ഉയർത്തി ചോദിക്കുകയാണ്. അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ മലറിനും സങ്കടമാവുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ അല്ലായിരുന്നു ശിക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത് എന്നും പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. നിന്നെ തേടി വന്ന ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രിക കരയുന്നത്. അപ്പോൾ മലരമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അമ്മ. പക്ഷെ ചന്ദ്രിക അതൊന്നും കേൾക്കുന്നില്ല. അവൾ അവിടെ നിലത്തിരുന്നിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മലര അടുത്ത് പോയിട്ട് ചന്ദ്രികയോട് ചേർന്ന് നിൽക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ വാഴയിലേക്ക് കിടക്കുകയാണ്. അവൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ ജാനകിയും ലക്ഷ്മിയും ആരതിയും ആകാശും അതുപോലെ ആ പൂജാരി ഉണ്ടായിരുന്നു. ജാനകിയൊക്കെ ഇങ്ങനെ വീശിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് ആരതിയോട് പറയാണ്, ഞാൻ പോയി ആംബുലൻസ് വിളിച്ചിട്ട് വരാം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ സിദ്ധു തന്നെയാണ് പറയുന്നത്, ഏയ് വേണ്ട, നിങ്ങൾ ആരും പേടിക്കേണ്ട, 2 ദിവസം റെസ്റ്റ് എടുത്താൽ ഒക്കെ ശരിയാവും. ഏയ് സിദ്ധു, എന്താണ് ഇങ്ങനെ പറയുന്നത്? ആരതി അവനെ ശാസിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട്, എന്താ സിദ്ധു പറയുന്നത്? ശരീരം മുഴുവൻ പൊള്ളിയിട്ടാണുള്ളത് സിദ്ധു, ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ ശരിയാവുള്ളൂ. സിദ്ധു വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. അവൻ മറുത്തൊന്നും പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ചാണ് സിദ്ധാർത്ഥിന് പൊള്ളലേറ്റിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അവനൊന്നും സംഭവിക്കില്ല. എനിക്കറിയാവുന്ന ഒരു നാട്ടുവൈദ്യം വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് അറിയാവുന്നത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിദ്ധാർത്ഥിൻ്റെ ദേഹത്തുണ്ടായിരിക്കുന്ന ഈ പൊള്ളലൊക്കെ മാറും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. പെട്ടെന്ന് തന്നെ പോയിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ തിരുമേനി, ലക്ഷ്മി പറയാണ്. അദ്ദേഹം പോയതിന് ശേഷം ആകാശും ആരതിയും സിദ്ധാർത്ഥിന് ഇരുവശത്ത് ഇരുന്നിട്ട് അവന് വീശിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയും ജാനകി അടുത്ത് തന്നെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചന്ദ്രികയുടെ മുറിയിലാണെങ്കിൽ അവൾക്ക് സിദ്ധാർത്ഥിനെ കാണാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ആ ഒരു വേദനയിലാണ് അവൾ ഇരുന്ന് കരയുന്നത്. അപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ കരയല്ലമ്മ. അപ്പോൾ മലറിനോട് ചന്ദ്രിക പറയാണ്, എങ്ങനെയാണ് ഞാൻ കരയാതിരിക്കുക? ഞാൻ കാരണമാണ് സിദ്ധു സാറ് ആ ഒരു തീയിൽ വീണിട്ട് പൊള്ളലേറ്റിട്ടുള്ളത്. മലർ അമ്മയോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ചന്ദ്രയ്ക്ക് ഓർമ്മ വന്നത്, മലർ, മോള് പോയി സിദ്ധു സാറിനെ കണ്ടിട്ട് സിദ്ധു സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാമോ? ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് മലർ വേഗം സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും ചന്ദ്രിക വീണ്ടും പിന്നീട് വിളിക്കുകയാണ്, മലർ, എന്താ അമ്മ? മലർ വീണ്ടും വരുന്നുണ്ട്, വേണ്ട മോള് പോവണ്ട, ഒരുപക്ഷെ മോള് കണ്ടു കഴിഞ്ഞാൽ മോൾക്ക് പേടിയാവും. ഞാൻ കാരണമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചാൽ പോരായിരുന്നോ? ചന്ദ്രിക പറഞ്ഞത് തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും പരിഭവിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം അദ്ദേഹത്തെ ആണല്ലോ ശിക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേസമയം പൂജാരിയാണെങ്കിൽ പോയിട്ട് ആ ഒരു വൈദ്യരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
സിദ്ധാർത്ഥ് വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുകയാണ്. ഏകദേശം അവന് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൈദ്യനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ പൾസൊക്കെ നോക്കുകയാണ്. പിന്നെ ദേഹത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്ന പൊള്ളലിൻ്റെ ആഴമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ചിലയിടത്ത് പൊള്ളൽ നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ജാനകിയും ലക്ഷ്മിയൊക്കെ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ തരുന്ന ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് തടവി കൊടുത്താൽ മതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരിയാവും. അതുമാത്രമല്ല, കഴിക്കാനുള്ള മരുന്നും കൊടുക്കുന്നുണ്ട്. അതും നേരത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം മരുന്നെടുത്തിട്ട് ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒക്കെ ഭേദമായിക്കോളും. എന്തായാലും കുറച്ച് ദിവസം എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ മരുന്ന് എല്ലാ നേരത്തും കൃത്യമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. സിദ്ധാർത്ഥ് വേദന കൊണ്ടാണെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഏട്ടാ എഴുന്നേക്കല്ലേ, അവിടെ കിടക്ക്. അപ്പോൾ അവൻ്റെ വേദന കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, ഞാൻ ഈ ഓയിൽമെൻറ്റ് നിനക്ക് തേച്ച് തരാം സിദ്ധു. അമ്മ വേണ്ടമ്മ, ഞാൻ തന്നെ തേച്ചോളാം. എങ്ങനെയാടാ സിദ്ധു? ആരതി ചോദിക്കുകയാണ്. എങ്ങനെയാ മോനെ നീ അത് ദേഹത്ത് തേക്കുക? ജാനകിയും ചോദിക്കുന്നുണ്ട്. നിന്റെ ശരീരം മുഴുവൻ പൊള്ളലേറ്റിട്ടാണുള്ളത്. അപ്പോൾ ആകാശ് പറയാണ്, അമ്മായി ഇങ്ങ് തരൂ, ഞാൻ പുരട്ടി കൊടുക്കാം, ഞാൻ തേക്കാം എന്ന് പറഞ്ഞിട്ട് അവനത് വാങ്ങിക്കുകയാണ്. ആകാശ് അത് വാങ്ങിച്ച സമയത്ത് സിദ്ധാർത്ഥ് വേദനയോടെ പറയാണ്, എൻ്റെ ദേഹമൊക്കെ ചുട്ട് പൊള്ളുവാണ്. ഇപ്പോൾ ആ ഒരു മരുന്ന് കൂടെ തേച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പൊള്ളും. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് തേച്ചോളാം, ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് കിടക്കണം, എല്ലാവരോടും ഒന്ന് പുറത്തു പോവോ എന്ന് ചോദിക്കുകയാണ്. ജാനകി വാ, നമുക്കെല്ലാവർക്കും പുറത്തു പോവാം, സിദ്ധു കുറച്ച് തനിച്ച് കിടന്നോട്ടെ, ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധു അമ്മയോട് പറയാണ്, അമ്മ പോയി റെസ്റ്റ് എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയാവും. ജാനകി അപ്പോഴും മകൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് പോവാൻ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ജാനകിയെ കൂട്ടിയിട്ട് മുറിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും അമ്മയോട് പറയാണ്, അമ്മ പൊയ്ക്കോ അമ്മ, എനിക്കൊന്നുമില്ല. അളിയ ശ്രദ്ധിക്കണം, ആകാശ് പറയാണ്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവിടെ തനിച്ച് കിടക്കുകയാണ്. എന്നാൽ മലരി ചന്ദ്രികയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പോയി കാണരുതെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കെങ്ങനെ അദ്ദേഹത്തെ കാണാതിരിക്കാൻ സാധിക്കുക? അമ്മ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചന്ദ്രിക എഴുന്നേൽക്കുന്നത്. കാരണം അവൾക്ക് സിദ്ധാർത്ഥിനെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആ ഒരു ദൈവം കോപിക്കുമോ എന്നൊരു ഭയവും ചന്ദ്രികയിൽ ഉണ്ടായിരുന്നു. മെല്ലെ മലറിനെ മടിയിൽ നിന്ന് മാറ്റി കിടത്തിയിട്ട് മലറിനെ പൊതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് ലക്ഷ്മിയും അതുപോലെ ആരതിയും ജാനകിയൊക്കെ അവിടെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഉറങ്ങുവാണ്. അപ്പോൾ ആകാശിനെ ചുറ്റിലും നോക്കിയെങ്കിലും ആകാശിനെ കാണുന്നില്ല. പിന്നെ നേരെ സിദ്ധാർത്ഥ് കിടന്ന മുറിയിലേക്കാണ് പോയത്. പക്ഷേ സിദ്ധാർത്ഥിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ വാഴയിൽ പൊള്ളിയിട്ട് കിടന്ന കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ സിദ്ധാർത്ഥിനെ കാണുന്തോറും അവളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സിദ്ധുവിനാണെങ്കിൽ വേദന കാരണം ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ കിടക്കുന്ന സമയത്താണ് ചന്ദ്രികയെ കാണുന്നത്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സർ ദേഹം ആകെ പൊള്ളലേറ്റിട്ടാണല്ലോ ഉള്ളത്, ദൈവമേ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നത്? ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്തിരിക്കുകയാണ്. സിദ്ധു സർ, ചന്ദ്രിക ഒന്നുമില്ല ചന്ദ്രിക. സിദ്ധു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് വയ്യെങ്കിലും കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എങ്ങനെയാ സർ ഇങ്ങനെയൊക്കെ ആയത്? ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്നോട് മാപ്പ് തരൂ. ചന്ദ്രിക നീ വിഷമിക്കാതെ, ഞാനാണ് ശ്രദ്ധയില്ലാതെ നടന്നിട്ട് വീണത്, അതിന് നീ എന്തിനാ ഇങ്ങനെ ഫീലാവുന്നത്? ഇല്ല സർ, ഞാൻ കാരണം തന്നെയാണ്, ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞ് ചന്ദ്രിക വീണ്ടും വീണ്ടും കരയുകയാണ്. സാറിൻ്റെ ശരീരം മുഴുവൻ പൊള്ളിയിട്ടാണുള്ളത്. ഡോക്ടറെ അടുത്തേക്ക് പോവാം സർ. മരുന്ന് തരാൻ വേണ്ടി പൂജാരി ഒരു നാട്ടുവൈദ്യരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു മരുന്ന് തന്നിട്ടാണ് പോയത്. എങ്കിൽ അതെങ്കിലും തേച്ചുകൂടായിരുന്നു സർ. എന്താ സർ നിങ്ങൾ അതുപോലും തേക്കാതെ നിൽക്കുന്നത്? ഒരു നിമിഷം, ഞാനത് വേഗം തന്നെ തേച്ച് തരാം എന്ന് പറഞ്ഞ് ചന്ദ്രിക എഴുന്നേക്കാൻ നോക്കുമ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക വേണ്ട വേണ്ട, കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തേച്ചോളാം. എങ്ങനെയാ സർ നിങ്ങൾ തേക്കുക? നിൽക്ക്, ഞാൻ തേച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം പോയിട്ട് ആ മരുന്നെടുത്തിട്ട് വരികയാണ്. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് ആ ഒരു മരുന്നെടുത്ത് കൊണ്ടുവന്നിട്ട് തൂവലിലാക്കിയിട്ട് അതൊക്കെ സിദ്ധാർത്ഥിൻ്റെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഗുളിക കൂടി തന്നിട്ടുണ്ടായിരുന്നു, അതിങ്ങ് എടുത്തതാ. അപ്പോൾ ചന്ദ്രിക വേഗം തന്നെ അത് എടുത്തു കൊടുക്കുകയാണ്. സിദ്ധാർത്ഥ് ഇരുന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രികയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൻ ആ മരുന്ന് കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അവനോട് മെല്ലെ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കാൻ പറയുകയാണ്. അപ്പോൾ വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പം ചന്ദ്രിക പറയാണ്, മയിലിൻ്റെ പീലി വെച്ചിട്ട് പൊള്ളലേറ്റ സ്ഥലത്ത് തഴുകി തന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. സാർ ഇവിടെ കിടക്ക്, ഞാൻ അങ്ങനെ ചെയ്യാം. ഓ ശരിയെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവിടെ കിടക്കുകയാണ്.
സിദ്ധാർത്ഥ് കിടന്നപ്പോൾ ചന്ദ്രിക മയിൽപ്പീലി വെച്ചിട്ട് മരുന്നെടുത്തിട്ട് ആ ഒരു മുറിവ് പറ്റിയ ഭാഗത്തൊക്കെ മെല്ലെ മെല്ലെ തഴുകി കൊടുക്കുകയാണ്. ആ സമയത്ത് മെല്ലെ സിദ്ധാർത്ഥ് മയക്കത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രിക അപ്പോഴും അവിടെ നിന്ന് എഴുന്നേക്കാതെ സിദ്ധാർത്ഥിന് അങ്ങനെ ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, ആ ഒരു വേദന ഇല്ലാതെ അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് മേഘ വന്നിട്ട് നോക്കുന്നത്. അവൾ നോക്കുമ്പോൾ കാണുന്നത് ചന്ദ്രിക സിദ്ധാർത്ഥിന് ഇങ്ങനെ മരുന്ന് തടവിയിട്ട് അവിടെ സിദ്ധാർത്ഥിനൊപ്പം ആ മുറിയിൽ ഇരിക്കുന്നതാണ്. മേഘ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട്. സിദ്ധുവിന് പൊള്ളലേറ്റത് അറിഞ്ഞത് കേട്ടതും ഓടി വന്ന് മുറിവിന് മരുന്ന് പുരട്ടുവാണോ? ഇത്തവണ നീ മിസ്സായി ചന്ദ്രിക. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് ആർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. മേഘ ദേഷ്യത്തോടെ അവിടെ നിന്നും ഛേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ സിദ്ധാർത്ഥ് ഉറങ്ങുന്ന ആ സമയം അത്രയും കൂട്ടിയിരുന്നിട്ട് ആ ഒരു മയിൽപ്പീലി വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവൾ കരയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ലക്ഷ്മിയും ജാനകിയും ചേർന്നിട്ട് സിദ്ധാർത്ഥിന് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വേദനയോട് കൂടിയാണ് സിദ്ധാർത്ഥ് അത് വാങ്ങി കുടിക്കുന്നത്. അപ്പോൾ ജാനകി വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് മോനെ, വേദന കുറവുണ്ടോ? ആ കുഴപ്പമില്ല അമ്മ. ജാനകി വേദനിക്കുന്ന കണ്ടപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, വേദനയൊക്കെ ഒരുപാട് കുറവുണ്ടമ്മ, മുറിവ് കുറച്ചായിട്ട് മാറിക്കോളും, മുറിവ് പെട്ടെന്ന് തന്നെ മാറിക്കോളും, എൻ്റെ മോൻ വിഷമിക്കേണ്ട. ചന്ദ്രികയാണ് നിന്നെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേദനിക്കുന്നത്, അവൾ കാരണമാണ് നീ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ വിഷമിക്കുകയാണ്. ജാനകി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഇന്നലെ വന്നിട്ട് പോയത് ഇവരാരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അമ്മ എനിക്കൊന്നുമില്ല, എത്രയും പെട്ടെന്ന് മാറുമെന്ന് ചന്ദ്രികയോട് പോയി പറയൂ. അതിനുശേഷം ജാനകിയും ആരതിയും ലക്ഷ്മിയും ആകാശും ചേർന്നിട്ട് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പൂജാരിയോട് കരഞ്ഞുകൊണ്ട് ജാനകി പറയാണ്, എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കടം ബാക്കി വെച്ചിട്ടുണ്ടാവും, അതിനെ എന്താ പരിഹാരം ചെയ്യേണ്ടത് എന്ന് പറയൂ. ദൈവത്തിൻ്റെ കോപം കുറയണമെങ്കിൽ ദൈവത്തിന് നീലാഭിഷേകം നടത്തണം, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ കോപം കുറയും, ദൈവത്തിൻ്റെ മനസ്സ് തണുക്കും. അദ്ദേഹത്തിൻ്റെ പരിഹാരം ചെയ്യാനുള്ള ആ ഒരു പൂജ കേട്ടപ്പോൾ ആരതിക്ക് സമാധാനമായി, അവൾ പുഞ്ചിരിക്കുകയാണ്. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, പൂജാരി ദൈവത്തിനുള്ള നീലാഭിഷേകം ഞാൻ ചെയ്തോളാം. ആകാശ് അങ്ങനെ പറയുന്ന ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷം ജാനകിയുടെയും ലക്ഷ്മിയുടെ ഒക്കെ മുഖത്തുണ്ട്. ആരതിയാണെങ്കിൽ ആകാശിനെ നോക്കി അഭിമാനത്തോടെ നിൽക്കുകയാണ്. കാരണം അവൻ സ്വയം അങ്ങനെ പറഞ്ഞു തോർത്തിട്ട് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സന്നിധാനത്തേക്ക് വന്നോളൂ, 101 കുടം വെള്ളമെടുത്തിട്ട് ദൈവത്തിന് അഭിഷേകം ചെയ്യാം. പൂജാരി അതിനുള്ള ഒരുക്കത്തിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ആരതി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മയുടെ കൂടെ നിന്നാൽ മതി, ഞാനും ആകാശും പോയിട്ട് ആ ഒരു നേർച്ച നിറവേറ്റിയിട്ട് വരാം. ലക്ഷ്മിയും ജാനകിയും അവിടെ തന്നെ നിൽക്കുകയാണ്. ആകാശവും ആരതിയുമാണ് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നീരഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് 101 കുടം വെള്ളമാണ് ദൈവത്തിൻ്റെ ആ ഒരു ഇതിൽ പ്രതിമയുടെ മുകളിൽ കൂടി ഒഴിക്കാനുള്ളത്. അപ്പോൾ ആരതി അത് എടുത്തു കൊടുക്കുകയും ആകാശ് അത് കൊണ്ടുവന്നിട്ട് പൂജാരി ഏൽപ്പിക്കുകയും ചെയ്യാണ്. പൂജാരിയാണ് അത് ദൈവത്തിൻ്റെ തലവഴി ഒഴിച്ചു കൊടുക്കുന്നത്. അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നത്. ആരതി കോരിക്കൊടുക്കുകയാണ്, ആകാശ് അത് കൊണ്ടുപോയി പൂജാരി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ 101 തവണ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മേഘ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ മേഘയാണ് കാണുന്നത് ആരതി വെള്ളം എടുത്ത് കൊടുക്കുന്നതും ആകാശ് അത് കൊണ്ടുപോയി കൊടുക്കുന്നതും. മേഘ സമയം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ആകാശിൻ്റെ അച്ഛനെ കോൾ ചെയ്യുകയാണ്. അയാൾ ഫോൺ എടുത്തപ്പോൾ മേഘ അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ പറയൂ മേഘ. എന്താ സർ, നിങ്ങളുടെ ഒരേ ഒരു മകനെ നിങ്ങൾ മഹേന്ദ്രൻ്റെ വീട്ടിൽ ദത്ത് കൊടുത്തതാണോ? മേഘ പരിഹാസത്തോടെ ചോദിക്കുകയാണ്. ഇനി ആകാശിന് നിങ്ങൾക്ക് വേണ്ടേ? അവൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവൻ ഞങ്ങളുടെ കൂടെ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഞാനെന്ത് ചെയ്യാനാ? അവൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അങ്ങനെ തന്നെ അങ്ങ് വിടുകയാണോ വേണ്ടത്? അവൻ നിങ്ങളുടെ മകനല്ലേ, വരില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അവൻ്റെ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് നിങ്ങളുടെ രക്തമല്ലേ, എങ്ങനെയെങ്കിലും അവനെ അവൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കൂട്ടിയിട്ട് പോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ ജാനകിക്ക് ദത്ത് കൊടുത്തതുപോലെ ആവും. അത് കേട്ട് ആകാശിൻ്റെ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണ കൊരി ഒഴിക്കുകയാണ്. ജാനകിയുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വട്ടം കറങ്ങുകയാണ്. എല്ലാ ജോലിയും ചെയ്യിക്കുന്നത് നിങ്ങളുടെ മകനെ കൊണ്ടാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നുവാണ്. നിങ്ങളുടെ മകൻ കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കോരി കഷ്ടപ്പെടുവാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് ആകാശിനെയും ആരതിയിൽ നിന്ന് പിരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോവാൻ നോക്ക്. ആകാശ് ആരതിയുടെ കൂടെ ഇപ്പോൾ കുലദൈവം ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും അവനെ ജാനകിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാതിരിക്കാൻ നോക്ക്. നിങ്ങളോട് പറയേണ്ടത് എൻ്റെ കടമ, അത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഫോൺ വെക്കുവാണ്, അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ എടുത്ത് അയക്കാം എന്ന് പറഞ്ഞിട്ട് മേഘ ആരതിയും ആകാശും ചേർന്നിട്ട് വെള്ളം കോരുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആകാശിൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കുവാണ്.
മേഘ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഫോട്ടോകളായിരുന്നു അവൻ്റെ അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അയാൾ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്താ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതാ ഇങ്ങോട്ട് നോക്ക്, നിന്റെ മകൻ അവിടെ ജാനകിയുടെ വീട്ടിലൊരു വേലക്കാരനെ പോലെയാണ് നിൽക്കുന്നത്. കുടത്തിൽ നിന്ന് വെള്ളമൊക്കെ കോരിക്കൊണ്ട് പോകുന്നത് നിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നിന്റെ മോന് ആവശ്യമുള്ളതാണോ? എങ്ങനെയെങ്കിലും അവനെ ആരതിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം എന്ന് പറയാണ്. അപ്പോൾ ആകാശിൻ്റെ അമ്മ വല്ലാത്ത സങ്കടത്തോടു കൂടി അയാളെ നോക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ ഒരു കുതന്ത്രം കൂടി ചെയ്തതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.